കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബോഡിയിൽ ഒരു ഓർഗാനിസം ഉണ്ട്. ഈ ഓർഗാനിസം ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ് ആവാം ഒക്കെ മറ്റൊരു ഓർഗാനിസത്തിലോട്ട് നമ്മൾ കൊടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഫോർ എക്സാമ്പിൾ ട്യൂബർകുലോസിസ്, പിന്നെ ആന്ത്രാക്സ്. അപ്പം ഇതിനകത്ത് തന്നെ പലത് വരും. ആനിമൽസിൽ നിന്നും സ്പ്രെഡ് ആവുന്നത്, ഹ്യൂമൻ ബീങ്സിൽ നിന്നും സ്പ്രെഡ് ആവുന്നത്, പിന്നെ റാബിസ്, പ്ലേഗ്, ഇതെല്ലാം എക്സാമ്പിൾസാണ്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഫസ്റ്റ് വണ്ണാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എയർബോണ്, പിന്നെ ഫുഡ് ബോണ്, എയർബോണ് വായിക്കൂടെ, ഫുഡ് ബോണ്, ദെൻ ആന്ത്രപ്പോഡ് ആൻഡ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ കണ്ടേജിയസ് ഡിസീസ്, അഥവാ പിന്നെ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ബ്ലഡ് ബോൺ ഡിസീസ് ആൻഡ് സൂണോട്ടിക് ഡിസീസ്. എയർബോൺ അഥവാ റെസ്പിറേറ്ററി ഡിസീസ് എന്ന് പറയുന്നത് എയർ ഡ്രോപ്ലെറ്റ്സിൽ നിന്നാണ്. ഇപ്പം ഞാൻ കഫ് ചെയ്യുക, സ്നീസ് ചെയ്യുക, ടോക്ക് ചെയ്യുക സമയത്ത് ഡ്രോപ്ലെറ്റ്സ് എൻ്റെ വായിൽ നിന്നും പുറത്തോട്ട് സ്പിറ്റ് ചെയ്യും. അത് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഡ്രോപ്ലെറ്റ് പാർട്ടിക്കിളായിട്ട് ഇങ്ങനെ നിൽക്കും. ലാർജ് ന്യൂക്ലിയായി ഫോം ചെയ്തിട്ട് മറ്റൊരാൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അസുഖം വരാം. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഇൻഫ്ലുവൻസ, അക്യൂട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, ARI, ദെൻ ട്യൂബർകുലോസിസ്, സ്മോൾ പോക്സ്, മീസൽസ്, മംസ്, പിന്നെ വൂപ്പിംഗ് കഫ്, ഡിഫ്തീരിയ ഒക്കെ. ദെൻ വാട്ടർ ബോൺ അഥവാ ഫുഡ് ബോൺ ഡിസീസ്, അതായത് ഇപ്പം കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫുഡ് നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാം. ഫോർ എക്സാമ്പിൾ ടൈഫോയിഡ് മേരിയുടെ കഥയുണ്ട്. നമ്മൾ ഇനി വരുന്ന പോർഷൻസിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇൻഫെക്റ്റഡ് ഹെപ്പറ്റൈറ്റിസ്, പോളിയോ മൈലൈറ്റിസ്, കോളറ, എൻട്രിക് ഫീവർ, ദെൻ ഡയറിയൽ ഡിസീസ്, അമീബിയാസിസ്, ഗിർഡീസിയാസിസ്, ഹൂക്വാം. ഓക്കെ. ആർത്രോപോഡ് വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇടയ്ക്കൊരു ഇപ്പം മൊസ്കിറ്റോ, അപ്പം നമ്മുടെ ബോഡിയിൽ നിന്നും ഒരു മൊസ്കിറ്റോ വന്ന് കുത്തി ബ്ലഡ് എടുത്ത് മറ്റൊരു ഓർഗാനിസത്തിന് വീണ്ടും കുത്തുമ്പോഴത്തേക്കുമാണ് ഇത്തരത്തിലുള്ള അസുഖം വരുന്നത്. ഈ നമ്മുടെ ബോഡിക്കകത്ത് കുറേ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ മലേറിയയുടെ ലൈഫ് സ്റ്റൈലൊക്കെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് മൊസ്കിറ്റോയുടെ ബോഡിക്കകത്തും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ആർത്രോപോഡ് വരുന്നതാണ് മലേറിയ, ഡെങ്കു, ചിക്കൻ ഗുനിയ, ദെൻ യെല്ലോ ഫീവർ, ദെൻ ഫൈലേരിയാസിസ്, ടൈഫസ് ഫീവർ, റിലാപ്സിങ് ഫീവർ ഒക്കെ. കണ്ടേജിയസ് ഡിസീസിനകത്ത് ഏജൻറ്റ് നമ്മുടെ സ്കിന്ന് വഴിയോ മ്യൂക്കസ് മെമ്പറിൻ വഴിയോ ബോഡിക്കകത്തോട്ട് കയറും. വിത്ത് ദ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ബൈ എ ഇൻഡയറക്റ്റ് മെത്തേഡ്. എങ്ങനെയൊക്കെ? ബൈ ഷെയറിങ് ഹാൻഡ് കർച്ചീഫ്, പെൻസിൽ ഒക്കെ. ഇത് കോണ്ടാക്റ്റ് വഴിയാണ്. ഒന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഇൻഫെക്റ്റഡ് ആണ്, മറ്റൊരു നോൺ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണെ പോയി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബ്ലഡിൽ നിന്നും അവർക്ക് വരാം, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൽ നിന്നും അവർക്ക് വരാം. അല്ലാന്ന പക്ഷം ഞാൻ കീബോർഡ് യൂസ് ചെയ്യുവാണ്, ആ കീബോർഡ് വന്ന് മറ്റൊരാൾ തൊടുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് വരാം. എക്സാമ്പിളായിട്ട് പറയുന്നതാണ് സ്കാബിസ്, ട്രക്കോമ, ലെപ്രസി, റിംഗ് വർമ ആൻഡ് ഇംപെറ്റിഗോ. ഓക്കെ. സ്കാബീസ്, ട്രക്കോമ, ലെപ്രസി, ഇംപെറ്റിഗോ വരുന്നത്. ഇനി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഒരു വ്യക്തിയുമായി സെക്ഷൽ കോണ്ടാക്റ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വരാം. എക്സാമ്പിളാണ് നമ്മുടെ ഗൊണോറിയ, സിഫിലിസ്, പിന്നെ HIV, കാൻഡിഡിയാസിസ്, ക്ലമൈഡിയൊക്കെ. കാൻഡിഡിയാസിസ് ഫംഗൽ ഇൻഫെക്ഷനാണ്. ഒരു ഫംഗൽ ഇൻഫെക്ഷനുള്ള ആളുമായിട്ട് പോയി സെക്ഷൽ ട്രാൻസ്മിഷൻ കോണ്ടാക്റ്റിലായി കഴിഞ്ഞാൽ സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാം. അടുത്തയാണ് ബ്ലഡ് ബോൺ ഡിസീസസ്. നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡിൽ വഴിയോ അല്ലെങ്കിൽ ഒരാൾ യൂസ് ചെയ്ത നീഡിൽ മറ്റൊരാൾ യൂസ് ചെയ്യുന്നെങ്കിൽ നീഡിൽ പ്രിക്ക് ഇഞ്ചറി വഴി, ടാറ്റൂയിങ് ചെയ്യുന്നത് വഴി. എക്സാമ്പിളാണ് ഹെപ്പറ്റൈറ്റിസ്, HIV ഒക്കെ.
ദെൻ സൂണോട്ടിക് ഡിസീസ് ഒരു ഇൻഫെക്ഷൻ ആനിമൽസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിനെയാണ് സൂണോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. സോ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഏതൊക്കെ, വിച്ച് ഇൻക്ലൂഡ് ആന്ത്രാക്സ്, പ്ലേക്ക്, റാബിസ് എക്സെട്ര. ഓക്കെ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, യെല്ലോ ഫീവർ, ഡെങ്കു ഫീവർ. ശരിക്കും പറഞ്ഞാൽ മോസ്കിറ്റോയും ആനിമൽ കാറ്റഗറിയിലാണല്ലോ വരുന്നത്, ഫ്ലൈ ആണ് ഓക്കെയാണ് എങ്കിലും ഡെങ്കു, മലേറിയ, ചിക്കൻ ഗുനിയ ഓക്കെ. സോ ഇപ്പം നമ്മൾ പറഞ്ഞത് ഏതൊക്കെ വഴി പറഞ്ഞു? എയർ ബോൺ വഴി പറഞ്ഞു, പിന്നെ ഫുഡ് ബോൺ അല്ലെങ്കിൽ വാട്ടർ ബോൺ വഴി പറഞ്ഞു, സ്കിന്ന് വഴി പറഞ്ഞു, പിന്നെ സെക്ഷൽ ട്രാൻസ്മിഷൻ വഴി പറഞ്ഞു, ബ്ലഡ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാമെന്ന് പറഞ്ഞു, ആൻഡ് ആർത്രോപോഡ് വഴിയും, പിന്നെ സൂണോട്ടിക് ഡിസീസ് വഴി, സൂണോട്ടിസ്. അടുത്തയാണ് വെക്റ്റർ ബോൺ ഡിസീസസ്. അപ്പം ഇവിടെ വെക്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് പല രീതിയിൽ ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്. ആ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനകത്ത് വരുന്നതാണ് ഈ വെക്റ്റർ ബോൺ ഡിസീസസ്. ഇതിനകത്ത് ഒന്നാമത്തെയാണ് മലേറിയ. മലേറിയ കോസ് ചെയ്യുന്നതാണ്, മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. ഇവിടുത്തെ കോസറ്റീവായിട്ടുള്ള ഏജൻ്റാണ് പ്ലാസ്മോഡിയം വിവാക്സ്. പല പ്ലാസ്മോഡിയം വേരിയൻ്റും ഉണ്ട്. മെയിൻലി പഠിക്കേണ്ടത് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം ഓവെയില്, പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് പ്ലാസ്മോഡിയം വിവാക്സ്. ഓക്കെ, 4 ഉള്ളത്. അതായത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എപ്പിഡമിയോളജി നോക്കാം. ആദ്യം ഹോസ്റ്റ് ഫാക്ടർ ഉണ്ട്, ഹോസ്റ്റ് ഉണ്ട്, ഏജൻ്റ് ഉണ്ട്, എൻവയൺമെൻ്റ് ഉണ്ട്. ഹോസ്റ്റ് ഫാക്ടർ ഇവിടുത്തെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, മെയിൻലി ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത് മാനാണ്. വേറസ് ഓക്കെ, ഡെഫിനിറ്റീവ് ഹോസ്റ്റ് അനോഫിലസ് മൊസ്കിറ്റോയാണ്. മൊസ്കിറ്റോയ്ക്ക് അകത്താണ് ഡെഫിനിറ്റീവ് ഹോസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് നിൽക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റാണ് ഹ്യൂമൻ ബീങ്സ്. ആൻഡ് മെയിൽസിനാണ് ഫീമെയിൽസിനെക്കാളും കൂടുതൽ വരാനുള്ള ചാൻസ്. ആൻഡ് ജനിച്ച് വീഴുന്ന ന്യൂ ബോൺസിന് പൊതുവെ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരത്തിനോടൊരു റെസിസ്റ്റൻസ് കാണിക്കാറുണ്ട്, അങ്ങനെ വരാറില്ല. പിന്നെ ഇമ്യൂണോഗ്ലോബുലിൻ IgG IgM ഒക്കെ ഉണ്ടെങ്കിൽ ബെറ്ററാണ്. ഒരു 3 മുതൽ 5 മാസം വരെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് IgG ആൻറ്റിബോഡീസ് ആണ്. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് മലേറിയ വരുന്നെങ്കിൽ ഇറ്റ് മേ കോസ് സ്റ്റിൽ ബർത്ത്, പിന്നെ ഏർലിയർ ആയിട്ടുള്ള അബോർഷൻസ് ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഇപ്പം പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ഒക്കെ ആണെങ്കിൽ ഒരു 9 to 14 days, 2 ആഴ്ചത്തെ സമയം എടുക്കുന്നത്. ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ ഇപ്പം 2 സൈക്കിളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് സെക്ഷൽ സൈക്കിളും ഉണ്ട്, അസെക്ഷൽ സൈക്കിളും ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മലേറിയയിലെ ലൈഫ് സൈക്കിൾ നടക്കുന്നതെന്ന്. ഇപ്പം ഒരു മൊസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആണ്. ആ മൊസ്കിറ്റോ നോർമലായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്നെ വന്ന് ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പോറോസോയിഡ്സിനെ റിലീസ് ചെയ്യും. ഒരു 60 മിനിറ്റിനുള്ളിൽ തന്നെ കുറച്ച് പേരൊക്കെ ഡിസപ്പിയർ ആയി പോവുകയും ബാക്കി നമ്മുടെ പെരിഫറൽ സർക്കുലേഷനിലോട്ട് എൻ്റർ ആവും. ദെൻ കുറേയൊക്കെ ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ട്. ആൻഡ് കുറച്ചൊക്കെ നമ്മുടെ ലിവർ സെൽസിലോട്ട് പോവുകയും അവിടെ വെച്ച് ഈ സ്പോറോസോയിഡ്സ് ഷൈസോണ്ടായിട്ട് മാറും. ഈ ഷൈസോണ്ട് ബേസ്റ്റ് ചെയ്ത് മീറോസോയിഡ്സ് ആയിട്ട് മാറും. ഈ ബേസ്റ്റ് ആയിട്ടുള്ള മീറോസോയിഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റോസോയിഡ്സ്. ആൻഡ് ഒരു 2 ആഴ്ചത്തേക്ക് പ്രത്യേകിച്ച് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഒന്നും കാണിക്കത്തില്ല, ബ്ലഡ് സ്റ്റെറൈലായിരിക്കും. ഇത്രയാണ് നമ്മുടെ പ്രീ എറിത്രോസൈറ്റിക് സ്റ്റേജ്. ഇതൊക്കെ നടക്കുന്നത് ഹ്യൂമൻസിലാണ്. ഹ്യൂമൻസിൽ നടക്കുന്നതിന് നമ്മൾ അസെക്ഷൽ സൈക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടുത്തയാണ് എറിത്രോസൈറ്റിക് സ്റ്റേജ്. ഈ ബേസ്റ്റ് ആയിട്ടുള്ള മീൻസ് കുറച്ച് മീറോസോയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു, കുറേയൊക്കെ ഡിസ്ട്രോയ് ആയി വീണ്ടും പോവും. പക്ഷെ ചിലത് മാത്രം RBCയിലുള്ള സ്പെസിഫിക് റിസപ്റ്റേഴ്സായിട്ടുമായിട്ട് പോയി ബൈൻഡ് ചെയ്യുകയും പിന്നെ RBC പെനട്രേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. ദെൻ അത് ട്രോഫോസൈറ്റ്, സൈസോണ്ട് ആൻഡ് മീറോസോയിഡ് സ്റ്റേജുകളിലൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ആൻഡ് ക്ലിനിക്കൽ അറ്റാക്ക് ഓഫ് മലേറിയ ഈസ് ഡ്യൂ ടു ദ പാരസൈറ്റിക് അറ്റാക്ക്. ഗാമറ്റോഗോണി, ചില മീറോസോയിഡ്സ് RBCയിൽ, അതായത് നമ്മുടെ സ്പ്ലീനിലും ബോൺമാരോയിലും കാണുന്ന RBCയിൽ ഇത് മെയിലായിട്ടും ഫീമെയിൽ ഗാമറ്റായിട്ടും ഫോം ചെയ്യും. ആൻഡ്
These are the sexual form of parasite which are infective to mosquito. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിൽ കാണുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റാണ് മൊസ്കിറ്റോയ്ക്ക് ഹാർംഫുൾ ആവുന്നത്. ഇനി നമുക്ക് മൊസ്കിറ്റോയിലോട്ട് പോയാലോ. സെക്ഷൽ അഥവാ മൊസ്കിറ്റോ സൈക്കിള്. മൊസ്കിറ്റോ വന്ന് എന്നെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊസ്കിറ്റോയ്ക്കകത്തോട്ട് ഇൻഫെക്ഷൻ പോവും. എങ്ങനെ? ബ്ലഡ് ആയിട്ടും പ്ലസ് ദ മൊസ്കിറ്റോ സൈക്കിൾ ബിഗിൻ when the vector mosquito feed on the infect person and gametocytes are ingested. അപ്പം നമ്മുടെ മൊസ്കിറ്റോ വന്ന് ഗാമറ്റോസൈറ്റ്സിനെ ഇൻജസ്റ്റ് ചെയ്യുന്നത്. ഈ ഗാമറ്റോസൈറ്റ് വീണ്ടും കണ്ടിന്യൂ ആയിട്ട് മൊസ്കിറ്റോയ്ക്കകത്ത് കിടന്ന് ഡെവലപ്പ് ആവും. സ്റ്റൊമക്കിൽ വെച്ചിട്ട് അവിടെ ഒരു ത്രെഡ് ലൈക്ക് ഒരു 4 മുതൽ 8 ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട് ആൻഡ് ഫിലമെൻറ്റ് കോൾഡ് മൈക്രോഗ്യാമറ്റ്സ്. ഫീമെയിൽ ഗാമറ്റോസൈറ്റിന് നമ്മൾ മാക്രോഗ്യാമേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ഫീമെയിലും മെയിലും കൂടി ഫെർട്ടിലൈസ് ചെയ്തിട്ട് അവിടെ സൈഗോട്ട് ഫോം ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് ഈ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ആ പറയുന്ന സൈഗോട്ട് വോളൊക്കെ പെനട്രേറ്റ് ചെയ്ത് പോവുകയും ദെയർ ഫോം ഊക്കൈനറ്റ്സ്. അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റൊമക്കിൽ കിടന്ന് അത് മൂവ് ചെയ്ത് നമ്മുടെ എങ്ങോട്ട് പോവും? On the 10th day of infection, the oocyst, oocysts എന്ന് വിളിക്കും, oocyst rupture releasing sporozoites. ആ സ്പോറോസൈറ്റ്സ് ആണ് മൂവ് ചെയ്ത് അവരുടെ നെക്ക് പോർഷനിലോട്ട് വരുന്നതും സലൈവറി ഗ്ലാൻഡ് ഓഫ് ദ മൊസ്കിറ്റോ നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഇത്രയാണ് ഇങ്ങനെ നടക്കുന്നത്. ഓക്കെ, ആൻഡ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ഈ സമയത്ത് ക്ലയൻസിന് ഭയങ്കരമായിട്ട് ഫീവർ, അതായത് ഹൈപ്പർതെർമിയ, ദെൻ ഫെറ്റീഗ്, ഹെഡ് ഏക്ക്, കൺഫ്യൂഷൻ, നോസിയ, വോമിറ്റിംഗ്, ടക്കിക്കാർഡിയ, സ്വെറ്റിങ്ങും അനുഭവപ്പെടാറുണ്ട്. സോ 3 സ്റ്റേജായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കോൾഡ് സ്റ്റേജ്, ഹോട്ട് സ്റ്റേജ് ആൻഡ് സ്വെറ്റിംഗ് സ്റ്റേജ്. കോൾഡ് സ്റ്റേജിൽ പേഷ്യൻറ്റിന് ഒരു ഹെഡ് ഏക്കും നോസിയ, ഒരു ചിൽസൊക്കെ ആയിട്ട് തോന്നും. പൾസൊക്കെ വളരെ റാപ്പിഡായിരിക്കും, പക്ഷേ വീക്കാണ്. അടുത്തയാണ് ഹോട്ട് സ്റ്റേജ്. ഡ്യൂറിങ് ദിസ് ടൈം ക്ലയൻസിന് ഫീവർ അനുഭവപ്പെടാറുണ്ട്, ഭയങ്കരമായിട്ട് ഹോട്ടാണ്, ഒരു 2 to 6 hours നിൽക്കാറുണ്ട്. മൂന്നാമത്തെയാണ് സ്വെറ്റിംഗ് സ്റ്റേജ്. ക്ലയൻസ് നന്നായിട്ട് തന്നെ സ്വെറ്റ് ചെയ്യും. സ്ക്രീനിങ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് മലേറിയ. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നതാണ് മൈക്രോസ്കോപ്പി അഥവാ പെരിഫറൽ ബ്ലഡ് സ്മിയേഴ്സ്. തിന്നായിട്ടുള്ള ഫിലിം ഇസ് മെയ്ഡ് ടു ഡിറ്റക്ട് ഇൻഫെക്ഷൻ ആൻഡ് എസ്റ്റിമേറ്റ് പാരസൈറ്റിക് കോൺസെൻട്രേഷൻ. അതായത് തിൻ സ്ലൈഡ് എടുത്ത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ സെറോളജിക്കൽ ടെസ്റ്റ് ആൻഡ് ഡിപ്സ്റ്റിക് ടെസ്റ്റ് അഥവാ റാപ്പിഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. പ്രിവെൻറ്റീവ് ആയിട്ടുള്ള ഒരു കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വീട് മൊത്തവും മൊസ്കിറ്റോയെ തടയണമെന്നുണ്ടെങ്കിൽ വീട് ഫുള്ളും നെറ്റ് അടിക്കുക. നമ്മൾ കിടക്കുന്ന ബെഡ് നെറ്റ് അടിക്കാൻ പറ്റും. മൊസ്കിറ്റോ റിപ്പലൻ്റ് ഉപയോഗിക്കാൻ പറ്റും. ചന്ദനത്തിരികൾ കത്തിക്കാനായിട്ട് പറ്റും. ദെൻ ലാർവിസൈഡ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, മൊസ്കിറ്റോയെ കൊല്ലുന്നതൊക്കെ നമുക്ക് ചെയ്യാം. ആൻഡ് സ്കിന്നിൽ തന്നെ മൊസ്കിറ്റോ റിപ്പലൻ്റ് ആയിട്ടുള്ള ക്രീംസ് അവൈലബിൾ ആണ്. ഇതെല്ലാം ചെയ്യാം. ദെൻ ഡ്രൈ നീം ലീവ്സ് വീടിന് ചുറ്റുമായിട്ട് കത്തിക്കാൻ പറ്റും. ദെൻ ഫുൾ സ്ലീവ് ഡ്രസ്സ് ധരിക്കാൻ പറ്റും. ആൻഡ് ഫോഗിങ് മെഷീൻസ് ഉപയോഗിക്കാം. ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മലേറിയ ക്ലോറോക്വിനോൺ ആണ് കൊടുക്കുന്നത്. 25 mg/kg ഓഫ് ദ ബോഡി വെയ്റ്റ്. ആദ്യത്തെ ഒരു ദിവസം 10 mg/kg ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം വീണ്ടും 10 mg/kg ആണ്. മൂന്നാമത്തെ ദിവസം 5 mg/kg. അപ്പോൾ ടോട്ടൽ 25 ഇനി പ്രഗ്നൻസി സമയത്ത് ട്രീറ്റ്മെൻറ്റ് ഓഫ് കോംപ്ലിക്കേറ്റഡ് ഫാൽസിപ്പാരം ആണെങ്കിൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ നമ്മളൊരു ക്വിനിൻ 7 days കൊടുക്കും. സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ ആണെങ്കിൽ ACT, SP. പിന്നെ അട്രിമിസിൻ ബേസ്ഡ് കോമ്പിനേഷൻ തെറാപ്പീസ് അവൈലബിൾ ആണ്. അട്രിമിസിൻ അതൊരു കോമ്പിനേഷൻ ആണ്. പിന്നെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. മിക്സഡ് ഇൻഫെക്ഷൻസിന് എല്ലാ കേസസ് ഓഫ് മിക്സഡ് ഇൻഫെക്ഷൻ ആർ ടു ബി ട്രീറ്റഡ് ആസ് PF ആസ് പെർ ദ ഡ്രഗ് പോളിസി ആപ്ലിക്കബിൾ പ്ലസ് പ്രിമാക്യൂൻ ഫോർ 14 days. പിന്നെ റെഫറൽ ആൻഡ് ഫോളോ അപ്പ് നടത്തുക, പ്രോപ്പറായിട്ട് അസസ്മെൻറ്റ്, ക്ലിനിക്കൽ ഡെസിഷൻ നടത്തുക, പേഷ്യൻസ് സ്റ്റെബിലൈസ് ആണോ നോക്കുക, ഫോളോ അപ്പ് ആൻഡ് നഴ്സിംഗ് മെഷേഴ്സിനകത്ത് അവരുടെ വൈറ്റൽ സൈൻസ് നമ്മൾ മോണിറ്റർ ചെയ്യുക. ഒരു സിംഗിൾ ഫീവർ കേസസ് പോലും ഇഗ്നോർ ചെയ്യരുത്. പിന്നെ
ഇവിടെ തിൻ ആൻഡ് തിക്ക് ബ്ലഡ് സ്മിയേഴ്സ് നമ്മൾ കളക്ട് ചെയ്യണം, അതിന് പ്രോപ്പറായിട്ട് ഡിസ്പാച്ച് ചെയ്യണം ലാബിലോട്ട്, നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് പറയണം. ഓറൽ ആൻറ്റി മലേറിയൽ ഡ്രഗ്സ് കൊടുക്കുമ്പോഴത്തേക്കും വോമിറ്റിംഗ് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം. IV ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് ഫുഡ് ഓറലി എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ട്രൗസിനെസ്സും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫർദർ ഡയഗ്നോസിക് മെഷേഴ്സിനായിട്ട് വിടണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. So see you in the next class. Bye.